ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണുള്ളത് ചോദിച്ചെന്ന് പറഞ്ഞാൽ സ്നേഹതീരം ബീച്ചിലാണ്. അതെ, അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മീൻസ് അപ്പോട്ടൻ്റെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ അവരപ്പുറത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. ദ ഗൈസ്, ദിസ് ഈസ് ദ പ്ലേസ്. ഇനി കുറച്ച് നമുക്ക് ബീച്ചിൻ്റെ വ്യൂ കാണാം. ഓക്കെ, ഗൈസ്, വി ആർ ഓൺ സ്നേഹതീരം ബീച്ച്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ കാണുന്നത് അദ്ദേഹം ഒരു പണിക്കാരൻ്റെ രോദനമാണ്. സംഭവം നിങ്ങൾ അറിയില്ല ഇതിനെ കുറിച്ചിട്ട്. ഐഫോണൊക്കെ മാറി നിൽക്കണം. S23 നമ്മളെ എടുക്കുമ്പോൾ 65 ഉണ്ടായിരുന്നു, ഞാൻ എടുക്കുമ്പോൾ 47. ദാൻ ഇപ്പൊ കമ്മിയായിട്ടുണ്ട്. ഇപ്പൊ 45. വരാൻ പറ. അതൊക്കെ നമ്മ പണ്ടേ കണ്ടിട്ടാ. നമ്മ പണ്ടേ വിട്ട സീനാണ്. ലോക്കലെ ഇവിടുത്തെ ആൾക്കാരാണ്. ഒരിക്കലും ചെയ്തു, അവൻ സീനാണ്. പോയടാ, പെട്ടു പാലക്കാട് ബീച്ചിലകത്ത് വലിയൊരു അടിയായി പോയി എന്നാണ് പറയുന്നത്. ഞാനല്ല പറഞ്ഞ സുഹൃത്തുക്കളെ, ഇവനാണ് പറഞ്ഞത്. ഇവന് മറ്റേ കപ്പിൾസിനെയും കൊണ്ട് ഇങ്ങനെ പോയിരിക്കാൻ. ഗുഡ് ബോയ്, യു നോ എന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിള്ളേരെ വിളിച്ച് പോയിരിക്കാൻ വേറെ ഇല്ലല്ലോ. നിങ്ങൾ കേൾക്കണുള്ളൂ ഞാൻ ഈ പറഞ്ഞത്. മായ്ച്ചു കളി. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവ സംഭവം പറഞ്ഞ എനിക്ക് മീൻ തിന്നണവേ. നമ്മുടെ പിള്ളേർ അവിടെ നിൽക്കുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ഗൈസ്. ഇപ്പൊ നമ്മള് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് ഇതിവിടെ സെറ്റിംഗ് ആണ്. അതായത് സേവ് ദ ഡേറ്റിനുള്ളത്. നമ്മളുടെ കപ്പിൾ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ സെറ്റിംഗ്. ബ്ലോഗർ കം ഇൻഫ്ലുവൻസർ ഇവൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ ഒതുക്കിയിരിക്കുകയാണ് ഈ സൺ ഓഫ് കാർത്തികേയൻ. ഈ സംഭവത്തിൽ കല്യാണച്ചക്കനും കല്യാണ പെണ്ണും. ഗൈസ്, വ്ളോഗിനൊരു ഹായ് പറയോ. ഇയാൾക്ക് പേടിയാണെന്നാണ് പറയണത് ഫോട്ടോ എടുക്കാൻ. എന്തിനിങ്ങനെ വെറുപ്പിക്കണം നാട്ടുകാരെ. ഗൈസ്, നമ്മുടെ കയ്യിൽ ആപ്പിൾ ഉണ്ട്. ആപ്പിൾ ഐഫോൺ എന്തൊക്കെയൊക്കെയോ നടക്കണ്ടിട്ടാ. സ്റ്റീവ് ജോബ്സിന്റെ ആപ്പിള് ഫുള്ളായി കടിച്ചു. ആപ്പിളാണെങ്കിൽ ഇവിടെ മാത്രം കടി ഉണ്ടാവുള്ളൂ. ഇവിടെ ചെറിയൊരു സീനാണ്. ഒരു ചെറിയ ചെക്കനും ഇത് സീനാണ്. അപ്പോഴേ വന്നപ്പോ തൊട്ട് ഭയങ്കര സീനാണ്. അപ്പോൾ അപ്പുറത്ത് ഷൂട്ട് ചെയ്യാണ് നമ്മള് ഇവിടെ നമ്മളുടെ ഫോട്ടോ. ഞാൻ സൂപ്പറായതുകൊണ്ട് പിന്നെ അടിപൊളിയായിരിക്കും കാണിക്കുന്നുണ്ട്. ആ നായ് പെയ്ഡ് ആക്ടറാണ്. നല്ല അടിപൊളി ഇട്ടടാ, ചിരിപ്പിക്കാതടാ. കിടന്നുറങ്ങിയിരിക്കുക. ഗായ്സ്, അപ്പം നമ്മൾ എന്താ പറയുക, എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസൊക്കെ കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് പിക്ക് എടുത്ത് അപ്പോൾ അത് വഴിയേ വരും. മീൻസ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ എന്താ പറയുക, നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒരു നല്ല വ്യൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മീൻസ് എന്താ പറയുക, ഈ സ്നേഹതീരം ബീച്ചിൽ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് വരുന്നത്. പക്ഷെ സാധനം അടിപൊളി. മീൻസ് നല്ല നീറ്റായിട്ടുണ്ട് ബീച്ച്. നീറ്റ് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു വൈബുണ്ട് സാധനം. നമ്മൾ പാലക്കാട് ബീച്ചില്ലാത്ത പോലെ ഒതും പറഞ്ഞ പോലെ പാലക്കാടിൽ ബീച്ചില്ലാതെ ശരിക്കും നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ പറഞ്ഞാൽ നമുക്കിങ്ങനെ ഈ ബീച്ചിൻ്റെ വൈബ് മനസ്സിലാക്കണമെങ്കിൽ പുറത്ത് പോയി കാണണം ശരിക്കും. പിന്നെ ഇവിടെ നിന്ന് എടുക്കണോണ്ടാണെന്ന് അറിയില്ല, ഞാൻ അടിപൊളി ആയതുകൊണ്ടാണെന്നും അറിയില്ല. സൂപ്പറായിട്ടുണ്ട്. മീൻസ് ഈ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്.
ദീസ് ഗൈസ് ആർ അവർ ഫോട്ടോഗ്രാഫേഴ്സ്. ഒരു വീഡിയോഗ്രാഫർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. November 23. എടുക്കണ നമ്മുടെ ചെക്കന് മടിയൊന്നുമില്ല, പക്ഷെ ചേച്ചിക്ക് കുറച്ചൊരു മടിയുണ്ട്, കംഫർട്ടബിൾ അല്ല അല്ലേ? ആപ്പിൾ ഒതുക്കാൻ വിചാരിക്കണ്ടാ. ബ്രേക്ക്ഫാസ്റ്റ് ആള് നോക്കി ഗ്ലാസ് നോക്കി ചിരിച്ചേ. എന്താ അപ്പൊ വേറെ ലെവലല്ലേ ശരിക്കും. മനസ്സിലായില്ലേ? വീട്ടിൽ ചെയ്ത പറയും, പ്രശ്നമാണ്. What a shot, bro. അത് കുടിച്ചു, വശത്തിൽ എഴുതിയിരുന്നു നോൺ ആൽക്കഹോളിക് 100% മരണം കൊണ്ടടിച്ചു. കഴുത്ത് ഫ്രെയിം സെറ്റ് ചെയ്യാണ് ഒരു സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. സൂപ്പർ ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്തതാ. നമ്മൾ ഞാൻ ഇപ്പോൾ കുടിക്കാൻ പോവാണ്. വൈനാണ്, പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ സ്നേഹതീരത്തിൻ്റെ എൻട്രിയിലെത്തിരിക്കുകയാണ്. സ്നേഹതീരത്തിൻ്റെ എൻട്രീൻ്റെ ഫ്രണ്ടിലാണ്, ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. മീൻസ് എൻട്രി ഫീ ഒക്കെ കൊടുത്തത്. റെഡി, ഇനി പെണ്ണ് റെഡിയായാൽ മതി അല്ലേ? ട്രഡീഷണൽ ടൈം. ഇന്ന് ട്രഡീഷണൽ ടൈമിലേക്ക് മാറിയിരിക്കുകയാണ് ആൾക്കാർ. ഇപ്പോൾ നമ്മൾ വടക്കനാഥ ക്ഷേത്രത്തിരിക്കുകയാണ്. നമ്മൾ ട്രഡീഷണൽ ഡ്രസ്സിൽ കുറച്ച് പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. കൂടെ വന്നവർക്ക് വയ്യണ്ടേ ഗായ്സ്. അപ്പോൾ നമ്മൾ കറക്റ്റ് വടക്കുന്നാഥൻ്റെ ഫ്രണ്ടിലുണ്ട്. കറക്റ്റ് ഇപ്പം വന്നിട്ട് എന്താ പറയുക, നമ്മൾ നോർമലി ട്രഡീഷണൽ ഡ്രസ്സിൽ ഇപ്പോൾ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുക. ട്രെൻഡിങ് ഡ്രസ്സിൽ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ട്രഡീഷണൽ ഡ്രസ്സിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. നമ്മൾ നോർമലി ഇവിടെ എന്താ പറയുക, പെർമിഷനൊക്കെ എടുക്കണം. മീൻസ് ക്യാമറയ്ക്ക് എത്രയാണ് റേറ്റ്? എത്രയാണ്? പോടാ എടുത്തു 700 എടുക്കാണ്ട് കാണിക്ക് ചപ്പ്. കാശ് 720 റുപ്യ ഒരു. എന്താ മണ്ടൻ ഇത് നോക്കുന്നത്? 720 റുപ്യ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാ. 720 രൂപയൊക്കെ ടോക്കൺ എടുത്തിട്ട് ഇത് എവിടെ നിന്നാണ് എടുക്കുന്ന ആൾക്കാർ, എന്താ പറയുക, അവിടെ വെയിലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സംഭവം വന്നിട്ട് നമ്മളില്ലേ ഈ സ്നേഹതീരം ബീച്ചിൻ്റെ അവിടെ കുറേ പിക്ക് എടുത്തു. സംഭവം എൻ്റെ അടിപൊളിയുണ്ട്. ഇപ്പം പറയണേ ഇവൻ്റെയാണ് അടിപൊളിയെന്ന്. ഓ ഡ്രാമാറ്റിക് വാമിടും. സംഭവം വന്നിട്ട് വേറൊരു കാര്യം പറയാം, S23 അടിപൊളിയാണെന്ന് അപ്പുവേട്ടന് 8ാമത്തെ പ്രാവശ്യം, 8 അല്ല 9 പ്രാവശ്യം പറഞ്ഞു. 9 10 പൈന്ന് ഊക്കിയതാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമുക്കല്ലേ ഈ പിന്നെ ഇവനോടൊക്കെ പറഞ്ഞിട്ട് വല്ലതും ഉണ്ടോ? ആള് അല്ല നീ പറയും എന്താണ് നീ ഗൈസ് എന്ന് പറയും. ഗൈസ് നീ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെയാ മൂഡറാ നീ. അപ്പോൾ കൂട്ടാ 720 റുപ്യ കൊടുത്തതാണ്. അപ്പോൾ അതിനുള്ളത് എടുക്കണം കേട്ടോ. ജോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് തോട് കാട്ടുമാ പൂച്ച പൂച്ച. അങ്ങനല്ലേ ഈ കൈ കൊണ്ട് തൊട്. തുടരാ ഒന്നും ചെയ്തത്. ഇത് എത്ര പേടിയോ ഗൈസ്, ഇയാൾക്ക് ഭയങ്കര ഭയങ്കര പേടി. ഒന്നുകൂടെ പറ, ഇത്ര വലിയ ആൾക്കാർക്ക് പേടിയവേ. കല്യാണ ചെറുക്കനെ തത്തുമ്മനെ പിടിക്കാൻ പേടി. ശരിക്കുള്ളത് ഫ്രണ്ടേജ് ഇവിടെയാണ്. ഇപ്പം നമ്മൾ
ജസ്റ്റ് ക്യാമറയ്ക്കുള്ളൊരു ക്യാമറ ബാഗ് അങ്ങനെ എന്തോ സെറ്റപ്പ് എടുക്കാൻ വേണ്ടി വന്നേക്കാം. ക്യാമറൻ്റെ ഏതോ ആക്സസറി വാങ്ങിക്കാൻ വേണ്ടി ഇത് ഫോട്ടോ ലിങ്ക് എന്നുള്ളതിലേക്ക് വന്നിക്കുക. കൗതും പ്രസാദ് ആ ചെക്കൻ നോക്കുകയാണ്. സീൻ ബ്രോ. ലാസ്റ്റ് റേറ്റ് 100 100. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് കേരള ഹൗസ് എന്നുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നിക്കാം. കേരള ഹൗസിൽ വന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് 5 മിനിറ്റ് ഇനിയും ഫുഡ് വന്നിട്ടില്ല. നമ്മൾ മുടി സൂപ്പറായിട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മുടെ ബിരിയാണി വന്നിരിക്കുകയാണ്. ഞാൻ ബീഫ് ബിരിയാണി, ബാക്കിയുള്ളവരെയൊക്കെ ചിക്കൻ. ചെറുതായിട്ട് വണ്ടിയുടെ ടയർ പൊട്ടിയിരിക്കുക. നമ്മൾ ഇവിടെ എത്തിയിരിക്കും, ടയർ പൊട്ടിയിരിക്കുകയാണ് കഴിച്ച്. നമ്മൾ ചെക്കൻ പോയിട്ട് ടയർ പൊട്ടി പോയിട്ട് നമ്മൾ സങ്കടമായിട്ടുള്ള നിമിഷം പോലും നല്ല സന്തോഷത്തിൽ കൈകാര്യം അതിനെ വിളിച്ചിട്ട് വരുന്നുണ്ട്. എന്തായാലും വ്ളോഗിലിടാം. ടയർ നന്നായിട്ടുണ്ട്, നല്ല ടയറായി. 2-3 സ്റ്റെപ്പിനുള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. തീരുമാനിച്ച ഒരു ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്. ടയർ വേണ്ട, നടന്നു പോകാതെ. വേറൊരു സംഭവമുണ്ട്. സംഭവം വന്നാൽ നമ്മൾ വണ്ടിൻ്റെ ടയർ പൊട്ടിയാലും നമുക്ക് അടുത്ത് ഓട്ടോ സ്റ്റാൻഡ്, അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് ഇരിക്കാനായിട്ട്, ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പ്, അതുപോലെ തന്നെ അടുത്ത് തന്നെ ഡിവൈഡർ എല്ലാം സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇത് ടയർ പൊട്ടിക്കുക. മനസ്സിലായി? അല്ലാതെ നമ്മൾ ഏതെങ്കിലും കാട്ടിൽ പോയിട്ടൊന്നും പൊട്ടിക്കില്ല. നമുക്ക് ആൾക്കാരുള്ള സ്ഥലത്ത് പൊട്ടിച്ചിട്ട് മാത്രമാണ് ടയർ പൊട്ടിക്കുള്ളൂ. ഐഡിയ, അതായത് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത സാധനം ഇയാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഇയാൾ സ്ത്രീക്കാണ്ട് നിങ്ങൾ നമുക്ക് ടയർ കിട്ടിയിരിക്കുകയാണ്. സൂപ്പർ. ഓട്ടോക്കാരനായിട്ട് വാക്ക് തർക്കം. ഇന്നലകളിൽ മിന്നിയതല്ല പുതിയത് വാങ്ങിച്ചുവിട്രാ ഇവ മണ്ടൻ. വന്നിട്ടേ സംഭവം വന്നിട്ട് സേവ് ദ ഡേറ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ശരിക്കും പറഞ്ഞാൽ ടയർ പൊട്ടിയതൊക്കെ വെറുതെ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ സെറ്റാക്കിയിരിക്കുകയാണ് കാറിന്. ഇനി സെറ്റാണ്, വേറെ ലെവൽ. വേണ്ട, അയാൾ തല്ലു തന്നെ. തുറക്കടാ. നമ്മൾ ഡ്രസ് വേൾഡിൽ വന്നിരിക്കുകയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കല്യാൺ ചെക്കൻ്റെ അനീന്, കല്യാൺ ചെക്കൻ പോലും ഡ്രസ് വേൾഡിൽ നിന്ന് എടുക്കില്ല.